സീക്രട്ട് എക്സ്പെരിമെന്റിൽ നിന്നും ഒരു സോംബി രക്ഷപ്പെട്ട ഒരു ചെറിയ ഗ്രാമത്തിലെത്തുന്നു. ആദ്യമേ സോംബി എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. ആ വീട്ടിൽ അച്ഛനെ സോംബി കടിക്കുകയും ചെയ്യുന്നു. ഉടനെ തട്ടിപ്പോകുമെന്ന് കരുതിയ കിളവനാവട്ടെ ചുറുചുറുക്കോടെ നടക്കാൻ തുടങ്ങുന്നു. ബാത്റൂമിലൊക്കെ ബുദ്ധിമുട്ടി പോയിക്കൊണ്ടിരുന്ന അയാൾ ചെറുപ്പക്കാരെ പോലെ ആരോഗ്യമായി ഇരിക്കുന്ന കണ്ട പുള്ളിയുടെ ഫ്രണ്ട്സും കാര്യം തിരക്കുമ്പോഴാണ് സോംബിയുടെ കടിയാണ് തന്റെ ആരോഗ്യത്തിന്റെ യൗവനത്തിന്റെ രഹസ്യമെന്ന് അയാൾ പറയുന്നത്. ഇത് കണ്ട അയാളുടെ ഫ്രണ്ട്സ് സോംബിയെ കൊണ്ട് തന്നെ കടുപ്പിക്കണമെന്ന് പറഞ്ഞു വരുന്നു. ഹവായിക്ക് ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമായിരുന്ന അച്ഛനെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് ടിക്കറ്റും പൈസയും ഒക്കെ കൊടുത്ത് സ്വാധീനിച്ച് സോംബിയെ കൊണ്ട് കടുപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ കുടുംബത്തിന്റെ സുരക്ഷയോർത്ത് അദ്ദേഹത്തിന് മരുമ്പോൾ സോംബിയുടെ പല്ല് ഫുള്ള് പറിച്ചു കളഞ്ഞിരുന്നു. പിന്നീട് വെപ്പുവല്ലൊക്കെ വെച്ചാണ് സോംബിയെ കൊണ്ട് കൂട്ടുകാരെയൊക്കെ അയാൾ കടുപ്പിക്കുന്നത്. അവരൊക്കെ വീണ്ടും ചെറുപ്പമാവുകയും അയാൾ ഹവായിക്ക് ട്രിപ്പ് പോവുകയും ചെയ്യുന്നു. ഇതൊരു ബിസിനസ്സായി തുടങ്ങാമെന്ന് അയാളുടെ മക്കൾ ചിന്തിക്കുന്നുണ്ട്. അവർ അങ്ങനെ പണം വാങ്ങി സോംബിയെ കൊണ്ട് കടുപ്പിച്ച് കാശുണ്ടാക്കുന്നു. സോംബിയും അവരുടെ കുടുംബത്തിലെ ഒരാളായി മാറുന്നു. അവർ അവന്റെ ലുക്ക് തന്നെ മാറ്റുന്നുണ്ട്. ഇതിനിടയിൽ ആ വീട്ടിലെ ഇളയ മകളും സോംബിയും ഇഷ്ടത്തിലാവുന്നുണ്ട്. എന്നാൽ പതിയെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നു. എല്ലാവരും സോംബികളായി മാറാൻ തുടങ്ങുന്നു. ആ നാട് മുഴുവൻ സോംബികളായി. എല്ലാവരും പരസ്പരം കടിച്ചും വഴക്കിട്ടും നാട് മുഴുവൻ ഭീകരാന്തരീക്ഷമാകുന്നു. ആ കുടുംബം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓടുമ്പോഴാണ് ഹവായി ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന അച്ഛനെ കാണുന്നത്. സോംബി ആദ്യം കടിച്ചത് അയാളെയാണ്. എന്നിട്ടും അയാൾ ഇതുവരെ സോംബിയായി മാറിയില്ല. അതായത് അയാളാണ് ഈ വൈറസിന്റെ മരുന്ന്. അങ്ങനെ സോംബി വാക്സിനേഷനുമായി ആ കുടുംബം തിരികെ നാട്ടിലേക്ക് എത്തുന്നു. അത് നൽകാനായി ആദ്യം വന്ന സോംബിയും കൂടെയുണ്ട്. ആ സോംബി ഇപ്പോൾ വാക്സിനൊക്കെ എടുത്ത മനുഷ്യനായിരിക്കുകയാണ്. സോംബി കടിച്ചിട്ടും ഒന്നും പറ്റാതിരുന്ന അച്ഛൻ സോംബികളെ തിരിച്ചു കടിക്കുമ്പോൾ അവർ മനുഷ്യരായി മാറും. അതാണ് സോംബികൾക്കെതിരെയുള്ള വാക്സിനേഷൻ. ഒരു കടി കൊണ്ട് സോംബി ആയവർ മറുകടി കൊണ്ട് മനുഷ്യനാവുന്നു എന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു.